പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ മൂല്യമേറിയ പാസ്പോർട്ടുകളുടെ കൂട്ടത്തിൽ കുവൈറ്റ് 57ാം റാങ്ക് കരസ്ഥമാക്കി. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലാണ് ഇക്കാര്യം ഉള്ളത്. കുവൈറ്റ് പാസ്പോർട്ട് ഉപയോഗിച്ച് 95 രാജ്യങ്ങളിലേക്ക് വിസ കൂടാതെ സഞ്ചരിക്കാവുന്നതാണ്. GCC രാജ്യങ്ങളിൽ കുവൈറ്റിന് 2ാം സ്ഥാനമാണ് ഉള്ളത്. UAE ആണ് 1ാം സ്ഥാനത്തുള്ളത്. ലോക റാങ്കിങ്ങിൽ UAEയുടെ സ്ഥാനം 18 ആണ്. 171 രാജ്യങ്ങളിലേക്ക് UAE പൗരന്മാർക്ക് വിസ കൂടാതെ സഞ്ചരിക്കാവുന്നതാണ്. ലോക റാങ്കിങ്ങിൽ 58ാമതുള്ള ഖത്തർ GCCയിൽ 3ാം സ്ഥാനത്താണ്. വിസ കൂടാതെ 93 രാജ്യങ്ങളിലേക്ക് ഖത്തർ പാസ്പോർട്ട് ഉപയോഗിച്ച് സഞ്ചരിക്കാം. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ പാസ്പോർട്ട് ജപ്പാനിൻ്റെതാണ്. വിസ കൂടാതെ 191 രാജ്യങ്ങളിലേക്ക് ജപ്പാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് പറക്കാവുന്നതാണ്. ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഗണത്തിൽപ്പെടുന്നത് അഫ്ഗാനിസ്ഥാന്റേതാണ്. 26 രാജ്യങ്ങളിലേക്ക് മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസ കൂടാതെ സഞ്ചരിക്കാൻ അനുവാദമുള്ളത്. കുവൈറ്റിൽ പാസ്പോർട്ട് പുതുക്കി നൽകുക, ഇന്ത്യൻ ദമ്പതികൾക്ക് പിറക്കുന്ന കുട്ടികൾക്ക് പുതുതായി പാസ്പോർട്ട് അനുവദിക്കുക തുടങ്ങിയ സേവനങ്ങൾ BLS ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് നൽകുന്നത്. കൂടാതെ ഇന്ത്യയിലേക്ക് വിസ എടുക്കാനുള്ള സേവനവും ഈ കമ്പനി ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റിൽ വിവിധ സേവനങ്ങളുടെ ഫീസും അതിന്റെ നടപടിക്രമങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കുവൈറ്റിൽ 60-ലധികം വർഷം മുമ്പാണ് മലയാളികൾ ചേക്കേറാൻ തുടങ്ങിയത്. മലയാളികളുടെ പ്രവാസിയാകാനുള്ള ത്വര തന്നെയാണ് കുവൈറ്റിലേക്കും മലയാളികളെ എത്തിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ മലയാളികളുമായി കുവൈറ്റിന് വ്യാപാര ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്നു. ഇന്ന് കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരിൽ പകുതി പേരോളം മലയാളികളാണ്. വിവിധ സംഘടനയിലൂടെ മലയാളികൾ തങ്ങളുടെ സാമൂഹികമായ ആവിഷ്കാരങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ വിദേശികളും നിർബന്ധമായും മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ് ആൻഡ് ലേബറിൽ നിന്നും ഒരു നിശ്ചിത അവധി വെച്ച് പുതുക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന വിസ 4 തരത്തിലാണുള്ളത്. 1. എംപ്ലോയ്മെന്റ് വിസ. സ്വകാര്യ മേഖലയിൽ വിദേശികൾക്ക് ജോലി ചെയ്യുന്നതിന് ഈ വിസയാണ് അനുവദിക്കുന്നത്. 2. ഹൗസ് വിസ. ഖാദിം വിസ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വീട്ടുജോലിക്കാർക്ക് ആണ് ഈ വിസ അനുവദിക്കുന്നത്. 3. ഫാമിലി വിസ. ഭർത്താവിന്റെ സ്പോൺസർഷിപ്പിൽ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ഈ വിസ അനുവദിക്കുന്നത്. കൂടാതെ മാതാപിതാക്കൾക്കും ഈ വിസ അനുവദിക്കുന്നുണ്ട്. 4. ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണ് അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.